അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏറെ സന്തോഷ നിമിഷത്തിലാണ് ഞങ്ങളുള്ളത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തില് UDF ആധിപത്യം നേടിയൊരു സമയത്താണ് ഇവിടെ നമ്മളുള്ളത്. അപ്പോൾ അതില് അതിന് പ്രതികരിക്കാൻ അതിന്റെ ഭാരവാഹിത്വത്തില് മുൻനിരയിൽ നിൽക്കുന്ന നേതാവ് എന്നുള്ള നിലക്ക് പ്രിയങ്കരനായ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ AKM നാസർ മാസ്റ്ററാണ് നമ്മോടൊപ്പം ഉള്ളത്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നിയോജക മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതേക്കുറിച്ച് നമ്മുടെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ അദ്ദേഹം നമ്മോട് കൃത്യമായി വിശദീകരിക്കും. അതിന് അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുകയാണ്. ഈ ഒരു മുന്നേറ്റം നടത്തിയതിന് പ്രിയങ്കരനായ പ്രസിഡന്റിന് ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഒരു STUവിന്റെ എളിയ ഒരു സംസ്ഥാന ഭാരവാഹി എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ട നിയോജക മണ്ഡലം പ്രസിഡന്റിന് എൻ്റെ ഒരു സന്തോഷത്തിന്റെ ഒരു അഭിനന്ദനങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നാസർ മാഷ് നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നാസർ മാഷ്ക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. മാഷ് സൂചിപ്പിക്കും. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിന്റെ റിസൾട്ട് വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷത്തിലാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ വലിയ ഭാരവാഹി എന്നുള്ളവർക്ക് ഞാനടക്കം ഞങ്ങളുടെ സഹപ്രവർത്തകരുള്ളത്. നമുക്കറിയാമായിരുന്നു മിക്കവാറും നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പാണല്ലോ, ജനങ്ങളുടെ ഹിതമാണല്ലോ ഇതിന്റെ റിസൾട്ടായിട്ട് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് വരിക എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റിയുടെ വിജയം തന്നെയാണ്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ചരിത്രത്തിൽ ഇന്ന് വരെ നമുക്ക് ലഭിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 30 വർഷമായിട്ട് മുനിസിപ്പാലിറ്റി ആയതിനു ശേഷം നമ്മുടെ കയ്യിലില്ലാത്തൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നേടിയ വിജയം എന്ന് പറഞ്ഞാൽ ഒരു ചരിത്ര വിജയമാണ്, പിന്നെ വിജയമാണ്. മാത്രമല്ല 21 സീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 16 സീറ്റാണ് LDF കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് ഏറെക്കുറെ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ തന്നെ അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിന് ശേഷം ഈ കാലത്രയും കിട്ടിയില്ല. 95 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നത് 95-ലാണ്. അതിനുശേഷം എല്ലാ കാലത്തും കൂടെ LDF ആണ് ഭരിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പ് പഞ്ചായത്തായ സമയത്തും UDFന് അധികാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ചരിത്രത്തിന് തുല്യതയില്ലാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യമായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം UDFന്റെ കയ്യിലെത്തി എന്നുള്ളത് വന്നിരിക്കുകയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിങ്ങൾക്കായിരുന്നു പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ചുമതല എന്നറിയാൻ കഴിഞ്ഞു. അതില് പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം മുൻനിരയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത് ചുമതല എന്നുള്ള നിലക്ക് കൂടി മുനിസിപ്പാലിറ്റിയിൽ ഒരു കൃത്യമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതേക്കുറിച്ച് എന്തെങ്കിലും സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് മുമ്പ് പല പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകും. അപ്പൊ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന വിഷയങ്ങൾ. സ്വാഭാവികമായിട്ടും ചില വിഷയങ്ങളൊക്കെ പല വാർഡുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് പരിഹരിച്ച് തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസം എത്തിയപ്പോഴേക്ക് ഒരു 99% പരിഹരിച്ചു. നോമിനേഷൻ കൊടുത്ത് പിൻവലിക്കുന്ന ഘട്ടമായപ്പോഴേക്കും 100% ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് UDF ഒക്കെ ടീം UDF എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായിട്ട്, അത് കോൺഗ്രസ് ഏതാ ലീഗ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ടീം UDF ഒറ്റക്കെട്ടായിട്ട് ഒരു പാർട്ടി പോലെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന്റെ ഒരു വിജയം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് നമ്മളെ നിയോജകമണ്ഡലത്തിന്റെ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ അവിടെ തന്നെ വന്നതെന്നുള്ളത് നമ്മളെ ഏകദേശം ഉദാഹരണം. ഏതായാലും അത് ഗുണം ചെയ്തു എന്നുള്ളത് നമുക്ക് എടുത്ത് പറയാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. മറ്റുള്ള നമ്മളെ പഞ്ചായത്തുകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ മാഷ ഉൾപ്പെടുന്ന ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആക്കോട് പഞ്ചായത്ത് അത് തിരിച്ചു പിടിച്ച സന്തോഷത്തിലാണ്. അതിൽ നാസർ മാഷയുടെ പ്രത്യേകം അതിന്റെ ആ ഒരു ക്രെഡിറ്റ് നാസർ മാഷ്ക്ക് അവകാശപ്പെട്ടതാണ്. അതേക്കുറിച്ച് നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ചിട്ട് 2 വാക്ക് എന്താണ് മാഷ് പറയുന്നത്? താഴെക്കോട് പഞ്ചായത്ത് 95 മുതൽ 2010 വരെ CPM ആണ് ഭരിച്ചത്. അറിയാമോ?
അത് കഴിഞ്ഞ് 2010 UDF ഭരണം കിട്ടിയത്. 2010 പെട്ടമണ്ണ റീന ടീച്ചർ പ്രസിഡന്റും പിന്നീട് ഞാൻ വൈസ് പ്രസിഡന്റുമായിരുന്നു. അത് കഴിഞ്ഞ് 2015 കേരളത്തിൽ ഒന്നാകെ ഇടത് തരംഗം മഞ്ഞ് വീശിയപ്പോൾ ഒരു സീറ്റ് അധികം നേടിയിട്ട് നമ്മൾ പഞ്ചായത്തിൽ ഭരണം തിരിച്ചു പിടിച്ചു, നമ്മൾ നിലനിർത്തി. ആ സമയത്ത് ഞാൻ പ്രസിഡന്റും അതേപോലെ തന്നെ മറിയക്കുട്ടി പിന്നെ വൈസ് പ്രസിഡന്റുമായിട്ടാണ് വന്നത്. 16/5. അപ്പൊ ഈ ഒരു 10 വർഷക്കാലം നമ്മൾ തുല്യതയില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. കാരണം കഴിഞ്ഞ 20 മുതൽ 25 വരെ CPM, അങ്ങനെ 30 വർഷത്തില് 20 വർഷവും CPM ആണ് പഞ്ചായത്ത് ഭരിച്ചത്. അപ്പോ അതില് നമ്മുടെ കാലഘട്ടത്തിലാണ് ഇവിടെ ഓരോ സ്ഥാപനങ്ങൾ സർക്കാർ വിട്ട് നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ, കൃഷിഭവനാണെങ്കിലും മൃഗാശുപത്രി ആണെങ്കിലും അംഗൻവാടികളാണെങ്കിലും ഇതൊക്കെ നമ്മുടെ കാലഘട്ടത്തിലാണ് അതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ റോഡുകൾ, പുതിയ റോഡുകൾ നിർമ്മിക്കുകയും അതൊക്കെ കോൺക്രീറ്റ് ചെയ്യുകയും ടാർ ചെയ്യുകയും ഒക്കെ ചെയ്ത നമ്മുടെ കാലഘട്ടത്തിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന് 2020 അഭിമുഖീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ആത്മവിശ്വാസം നമ്മുടെ പ്രവർത്തകർക്കുണ്ടായി. എന്തെന്നായാലും UDF ഭരണം നഷ്ടപ്പെടില്ല എന്നുള്ളൊരു തോന്നലുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ സീരിയസ് ആയിട്ട് തെരഞ്ഞെടുപ്പിന് എടുക്കുന്ന ഒരു സാഹചര്യം പല ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതാണ് അന്നത്തെ തോൽവിക്ക് കാരണം. ഇന്ന് എന്തായാലും വളരെ സീരിയസ് ആയിട്ട് തന്നെ ആളുകൾ എടുക്കുകയും മാത്രമല്ല ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ചെയ്തികൾ അത് ജനകീയമായിരുന്നില്ല, ജനപക്ഷത്തുള്ള ഒരു രീതിയിലായിരുന്നില്ല എന്നുള്ളത് ആളുകൾക്കൊക്കെ ബോധ്യമായി. ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് കിട്ടിയ 83 കോടി രൂപ ലാപ്സാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വ ബോധമില്ലായ്മ പ്രകടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന റോഡുകളൊന്നും റീടാർ ചെയ്യുകയോ അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ട പുതിയ റോഡുകളോ നിലവിലുള്ളത് പുനരുദ്ധരിച്ച് ആളുകൾക്ക് സഞ്ചാരയോഗ്യമാക്കുകയോ ചെയ്യാത്തൊരു സാഹചര്യമുണ്ട്. ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുക, ചെളിക്കൊണ്ടാണ് ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യം പറയണ്ട. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് ആ വിഷയം തന്നെയാണ് UDF തെരഞ്ഞെടുപ്പിന് ഉയർത്തിപ്പിടിച്ചത്. ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് റിസൾട്ട് വ്യക്തമാക്കുന്നത്. 3-2 ഭൂരിപക്ഷം കിട്ടിയിട്ടാണ് പിന്നെ താഴെക്കുള്ള പഞ്ചായത്തിൽ UDF തിരിച്ചു വന്നിട്ടുള്ളത്. വൻ തിരിച്ചറിവ് തന്നെ നടത്തിയെന്നുള്ളത് ഉറപ്പായിട്ടും നമുക്കത് പിന്നെ അതിന്റെ ക്രെഡിറ്റ് നാസർ മാഷ് കൂടി അവകാശപ്പെട്ടാണ്. കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒരു അഭിമാന പോരാട്ടമായിട്ട് നമ്മളത് ഏറ്റെടുത്തു. കൃത്യമായി ഒറ്റക്കെട്ടായി തന്നെ അത് നേതൃത്വം കൃത്യമായി മുന്നിൽ നിന്ന് നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചു എന്നതിൽ അൽഹംദുലില്ലാഹ് സന്തോഷം. നമുക്കതിന്റെ മറ്റേ വിഷയത്തിൽ ക്രെഡിറ്റ് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആ ജനങ്ങള് നമ്മുടെ കൂടെ നിന്ന് ഇതിനോടൊപ്പം നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യത്തോട് ചേർന്ന് നിൽക്കുകയും അതേപോലെ തന്നെ നമ്മളാണ് ഭരിക്കാൻ ഏറ്റവും അനുയോജ്യരായ ആളുകൾ എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ട് കൂടെ നിന്ന ആളുകൾ, ആ ജനങ്ങൾ തീർച്ചയായിട്ടും എന്റെ ക്രെഡിറ്റ്. മറ്റുള്ള പഞ്ചായത്തുകളെ കുറിച്ചിട്ട് ഏലംകുളം അതുപോലെ തന്നെ നമുക്ക് കിട്ടി. അവിടെ ചെറിയ വിഷയങ്ങളുണ്ട്. അത് ആസമാഷ് സൂചിപ്പിക്കും എന്നുള്ളത് അതിലേക്ക് കിടക്കുന്നത്. ഏലംകുളം പഞ്ചായത്തിനെ കുറിച്ച് 2 വാക്ക്. പെരിന്തൽമണ്ണ മണ്ഡലത്തില് മുനിസിപ്പാലിറ്റി കൂടാതെ 6 പഞ്ചായത്തുകൾ കൂടിയാണുള്ളത്. അതിൽ മേലാറ്റൂര്, വട്ടത്തൂര്, താഴെക്കോട്, ആരിപ്പറമ്പ്, പുലാമന്തോട്, ഏലംകുളം. ഏലംകുളം പഞ്ചായത്ത് കഴിഞ്ഞ പ്രാവശ്യം UDF ഭരണം കിട്ടിയതാണ്. അങ്ങനെ UDF കുഴപ്പമില്ലാതെ നല്ല തന്നെ ഭരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഏലംകുളം എന്ന് പറഞ്ഞാൽ EMS തറവാട് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ CPM ഒരിക്കലും അത് ദഹിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ തുടക്കം വരെ അവരുടെ ഭാഗത്തുണ്ടായി. അവസാനം ഒരു മെമ്പർക്ക് പണം കൊടുത്ത് സ്വാധീനിച്ചിട്ട് അതിനെ കൂറുമാറ്റിയിട്ടാണ് ഭരണത്തെ അട്ടിമറിച്ചത്. അത് ജനകീയ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ആ ജനങ്ങൾ മുഴുവൻ അത് തീർത്തും ഇവിടെ പിന്നെ ഒരു പണാധിപത്യം അവസാനിക്കണം, ജനാധിപത്യം തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ തന്നെ കാണുകയും ആ തെരഞ്ഞെടുപ്പിൽ കൊണ്ട് UDF അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. UDF അതേപോലെ തന്നെ പുലാമന്തോട് കഴിഞ്ഞ 2 ടേമും ഭരിക്കുന്നത് പിന്നെ LDF ആണ്. അതിന്റെ മുമ്പ് UDF ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് RPK ആയിരുന്നു പ്രസിഡന്റ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ്, ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയതാണ്. അപ്പൊ അതിനുശേഷം ഇപ്പോൾ വീണ്ടും പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ പിന്നെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് UDF തലത്തിലുണ്ടായിട്ടുള്ളത്. പുലാമന്തോടുണ്ടായിട്ടുള്ളത്. ആരിപ്പറമ്പ് പഞ്ചായത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോ നമ്മുടെ പാർട്ടിക്കടയിൽ തന്നെ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം മുമ്പ് നമ്മൾ പൂർണ്ണമായിട്ടും അത് പരിഹരിച്ച് അതിൽ അവശേഷിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആ തെരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തൊട്ട് ദിവസം മുമ്പ് നമ്മൾ പരിഹരിച്ചു.
പരിഹരിച്ചുകൊണ്ട് വളരെ വലിയൊരു മിന്നുന്ന വിജയം തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. 24-18 സീറ്റ് നേടിയിട്ടാണ് ആര്യപ്പറമ്പ് തിരിച്ചു വെച്ചിട്ടുള്ളത്, നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വലിയൊരു നേട്ടമാണ്. അതേപോലെ തന്നെ വട്ടത്തൂര് നമ്മൾ നേരത്തെ ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ്. അവിടെയും നല്ല ഭൂരിപക്ഷത്തിന് നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞു. മേലാറ്റൂര് കഴിഞ്ഞ 2 ടേമിലും ഒപ്പത്തിനൊപ്പം സീറ്റ് വരികയും നറുക്കെടുപ്പിൽ LDF ഭരണം കിട്ടുകയും ചെയ്ത അവിടെ പ്രാവശ്യം നമ്മൾ നല്ല 3-2 ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 6 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കിട്ടി എന്നുള്ളത് ചരിത്രത്തിലാദ്യം. അത് പെരിന്തൽമണ്ണ മണ്ഡലം പോലത്തെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 38 വോട്ട് മാത്രം കിട്ടി MLA വിജയിച്ചൊരു മണ്ഡലത്തിൽ ഈ രൂപത്തിലുള്ള റിസൾട്ട് ഒരിക്കലും CPM പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ CPM ജനങ്ങളുമായി അകന്നത് കൊണ്ടും അതേപോലെ തന്നെ UDF മുസ്ലിം ലീഗും ജനങ്ങളോട് കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് കൊണ്ടും അതേപോലെ ജനങ്ങൾക്ക് വിശ്വാസമുള്ളൊരു കക്ഷി UDF ആയതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള റിസൾട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കും. ജനങ്ങളോടൊപ്പം നിൽക്കാൻ കൂടുതൽ നമ്മളെ വിനയാന്യതരാക്കുകയും കൂടുതൽ ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മുടെ മണ്ഡലം കമ്മിറ്റിയുടെ വലിയ പങ്കുണ്ട്, MLA വലിയ പങ്കുണ്ട്. MLA ഇവിടെ വന്നതിന് ശേഷം നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ, അതുപോലെ ജനങ്ങളോട് ചേർന്ന് നിന്ന് ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നജീബ് സാഹിബ്. ഞങ്ങളൊക്കെ ഒരു ടീമായിട്ട് നിന്നുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചത്, ഇതിന് ലീഡർഷിപ്പ് കൊടുത്തത്. തീർച്ചയായിട്ടും ആ ടീമിന്റെ കൂടിയുള്ളൊരു വിജയമായിട്ട് തന്നെയാണ് ഈ റിസൾട്ടിലൊക്കെ ഞങ്ങൾ കാണുന്നത്. ഏതായാലും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ അതുപോലെ തന്നെ പഞ്ചായത്തുകളൊക്കെ തിരിച്ചു പിടിക്കാൻ പഞ്ചായത്തിലെ UDF കമ്മിറ്റിയുടെ ഒക്കെ വകമഴിഞ്ഞ പ്രവർത്തനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ഈ ഒരു ഒക്കെ ഒറ്റക്കെട്ടായി ഐക്യത്തോട് പോയി എന്ന് പറയുമ്പോൾ അതിൽ എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. നിയോജക മണ്ഡലം UDF അതുപോലെ തന്നെ പഞ്ചായത്തിലെ UDF MLA അടക്കമുള്ള എല്ലാവരും ഉൾക്കൊണ്ടിട്ട് നല്ലൊരു മുന്നേറ്റം നടത്തി അതിൽ ലീഡർഷിപ്പിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അത്യാഹ്ലാദത്തോടു കൂടെ തന്നെ ഈ വിജയം നാസർ മാഷ ഒരു വിജയമായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. ഏതായാലും ഈ ഒരു വിഷയം സംബന്ധിച്ചിടത്തോളം ഇതിലെ ഏറ്റവും ഈ വിജയങ്ങളുടെ അവകാശികൾ താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണ്. ഇപ്പോ ഓരോ പഞ്ചായത്തും പിടിച്ചെടുക്കുമ്പോൾ പഞ്ചായത്തിലെ ലീഗിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDFന്റെ പ്രവർത്തകർക്ക് വലിയ പങ്കുണ്ട്. കാരണം അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. താഴെത്തട്ടിലുള്ള നമ്മുടെ ഓരോ സാധാരണ പ്രവർത്തകനും അവരാണ് ആ വാർഡിലെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. ഏറ്റവും ഇതിന്റെ എല്ലാ അവകാശങ്ങളും വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഏറ്റവും അവകാശപ്പെട്ട ആളുകൾ സാധാരണക്കാരായിട്ടുള്ള താഴെത്തട്ടിലെ വാർഡ് കമ്മിറ്റികൾ UDF കമ്മിറ്റി അടക്കമുള്ള പോഷകഘടകങ്ങളൊക്കെ അടക്കമുള്ള നമ്മുടെ പഞ്ചായത്തിലൊക്കെ പോഷകഘടകങ്ങളിലൊക്കെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഈ വിഭാഗത്തിൽ ഈ വിഷയത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കൃത്യമായി ഈ 9 വർഷത്തെ പിണറായി ഭരണത്തിന്റെ ഒരു പിടിപ്പുകേടിന്റെ ഒരു അതിന്റെ ഒരു പ്രതിഫലനാണെന്നുള്ള കൂടി തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം, ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മുടെ മുമ്പിൽ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഒന്ന് SIR-മായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ഏർപ്പെട്ടപ്പോൾ SIR-ന്റെ ഫോം പൂരിപ്പിച്ചു കൊടുക്കുക എന്നത് വലിയ പ്രശ്നം. അതോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതി നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ RSSന്റെ ചരിത്രം പഠിക്കേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുന്നു എന്നുള്ള സാഹചര്യം. അതിന്റെ ഒപ്പം തന്നെ വഖഫ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ, അതിന്റെ അപ്ഡേഷൻ, അതിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഇതിനിടക്കുള്ള ഒരു ഡേറ്റിൽ തന്നെ കഴിഞ്ഞ 4-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ. ഈ വിഷയങ്ങളൊക്കെ കൊണ്ടുവരുന്നതിൽ ഒരു പരിധി വരെ തടയിടാൻ കഴിയുന്ന ഒരു കക്ഷിയാണ് സംസ്ഥാന ഗവൺമെന്റ്. പക്ഷെ അവർ അതിലൊന്നും താല്പര്യമെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആളുകൾക്ക് ഒരു ഭയപ്പാട് സൃഷ്ടിക്കുന്ന കാര്യങ്ങളായി മാറി എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ ഇമേജും കളഞ്ഞൊരു സംഭവമാണ് അത്. കാരണം അതിൽ വലിയ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കടക്കം പങ്കുണ്ട് എന്നുള്ളത് പകൽപ്പോഴെ വിളിച്ചാണ്. അപ്പൊ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ രൂപത്തിലുള്ളൊരു പ്രതികാരമായിട്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ വന്നിട്ടുണ്ട്. അവിടെ ഈ വിലക്കയറ്റം, അതേപോലെ തന്നെ മറ്റുള്ള നിലയിലുള്ള ആളുകളോടുള്ള സമീപനം, ഇതൊക്കെ വലിയ ഒരു വിഷയമായിരുന്നു. അതൊക്കെ തീർച്ചയായിട്ടും UDFന്റെ വിജയത്തിന് അതൊക്കെ വലിയ ഘടകമായിട്ടുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല.
ഏതായാലും എല്ലാം പിന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പിന്നെ കുറഞ്ഞ സമയത്ത് ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രമാഷ അത് കുറഞ്ഞ സമയം കൂടുതൽ എടുക്കുന്നതിന് ഒരു മടിയില്ല ആളാണ്. അപ്പൊ ഏതായാലും കൂടുതൽ സമയം ക്രമീകരിക്കാതെ തന്നെ കുറഞ്ഞ വാക്കിൽ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു UDFന്റെ അഭിമാനകരമായ ഒരു വിജയത്തിന് നേതൃത്വം നൽകിയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കൂടി വലിയ അഭിമാനം പോകുന്ന നിമിഷമാണ് ഈ നിമിഷം. അതേതായാലും അത് ഇന്നലത്തെ ആഹ്ലാദ പ്രകടനത്തിലും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് മുമ്പേ നടന്ന പരിപാടികളിലൊക്കെ അത് പ്രതിഫലിച്ചു. ഈ നിയോജകമണ്ഡലത്തിലുടനീളം പല ഭാഗങ്ങളിലൊക്കെ പോയി ഞങ്ങളൊക്കെ പോലുള്ള ആളുകളൊക്കെ പല പിന്നെ പഞ്ചായത്തുകളിലൊക്കെ പോയി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങളിലൊക്കെ പിന്നെ പിന്നെ പല പ്രസംഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഏതായാലും നല്ലൊരു മുന്നേറ്റം തന്നെ ഈ ഒരു വിഷയത്തിൽ നടത്തി അതിന് നേതൃത്വം നൽകിയ നേതൃത്വത്തെ ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി നേതൃത്വം വഹിച്ച പ്രിയപ്പെട്ട നേതാക്കൾ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയങ്കരായ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പണക്കാട് സെയ്ദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് മാസ്റ്റർ അടക്കമുള്ളവരുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ഉണ്ടായത് കാരണം നിയോജക മണ്ഡലത്തിൽ വളരെ കൃത്യതയോടുകൂടെ വലിയൊരു മുന്നേറ്റം നടത്തി ഈ ഒരു UDF സംവിധാനം നല്ലൊരു വിജയം കൊയ്യാൻ സാധിച്ചു. ഏതായാലും പ്രിയപ്പെട്ട നേതൃത്വത്തിന് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും പറയേണ്ടത് ഒക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന വിജയം സമ്മാനിച്ച പ്രിയപ്പെട്ട നേതാവിന് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ സാധാരണ പ്രവർത്തകരുടെ ഉയർച്ചയ്ക്ക് നിതാന്തമായ നേതൃത്വം നൽകി ഞങ്ങൾക്കൊക്കെ പല സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു തന്ന നേതാവിനെ ഈ സമയത്ത് കൂടി പ്രശംസിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സമയത്ത് വളരെ കുറഞ്ഞ സമയത്ത് ഈ ഒരു പ്രതികരണം നടത്തിയതിന് 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് UDF.